നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ അശാന്തി പടർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇത്തരം പ്രവൃത്തികളിലൂടെ നിരന്തരം ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ ഡ്രോൺ 10 കിലോമീറ്ററോളം ഇന്ത്യൻ അതിർത്തി പ്രദേശത്തിലൂടെ സഞ്ചരിച്ചുവെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ചന്തു വഡാല ബോർഡർ ഔട്ട്പോസ്റ്റിലെ BSF ഉദ്യോഗസ്ഥർ ശബ്ദം കേൾക്കുകയും തുടർന്ന് ഡ്രോണിന് നേരെ വെടിവെക്കുകയും ചെയ്തിരുന്നു. മഞ്ഞ നിറത്തിലുള്ള 2 നൈലോൺ പാക്കറ്റുകളിലായി 10.76 കിലോഗ്രാം ഹെറോയിനാണ് ഡ്രോണിലുണ്ടായിരുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഡ്രോണാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ തുടർക്കഥയാക്കുകയാണ്. ആയുധങ്ങളും വെടിക്കോപ്പുകളും മയക്കുമരുന്നും വഹിച്ചുകൊണ്ട് ഇതിനു മുൻപും പല പ്രാവശ്യം ഡ്രോൺ ഇന്ത്യൻ അതിർത്തി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ചൈനയുടെ കറുത്ത കൈകളും ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാനാവില്ല. ഭീകരതയോട് ഒരിക്കലും ഇന്ത്യ സന്ധി ചെയ്യില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഭീകരവാദത്തിന് ചുട്ട മറുപടി കൊടുക്കുമെന്നും ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ എക്കാലത്തെയും വലിയ തലവേദനകളാണ് ഭീകരവാദവും മയക്കുമരുന്നും. ഇതിന് രണ്ടിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാരാണ് പാകിസ്ഥാനിലുള്ളതെന്ന് എടുത്തു പറയണം. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ കഞ്ചാവ് കൃഷി തുടങ്ങിയിരുന്നു. സാമ്പത്തിക വെല്ലുവിളിയിൽ നിന്ന് കരകയറാനുള്ള മാർഗമെന്ന നിലയിലാണ് രാജ്യത്ത് കഞ്ചാവ് കൃഷി കൊണ്ടുവന്നത്. UN കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏതാനും ദശലക്ഷക്കണക്കിന് ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. കഞ്ചാവാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന്. യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ 2003 റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിൽ ഏകദേശം 6.7 ദശലക്ഷം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ മയക്കുമരുന്നിന് അടിമപ്പെടുന്നവരുടെ ഭയാനകമായ വർധനവ് പ്രകടമാണ്. തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് അടിമപ്പെടുന്നുണ്ട്. ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയ വീര്യമേറിയ മയക്കുമരുന്നുകളുടെയും ഹാഷിഷ് പോലുള്ള മറ്റു വസ്തുക്കളുടെയും ഉപയോഗം വ്യാപകമാണ്. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും അതിന്റെ ലഭ്യതയും നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമാണ്. കഞ്ചാവിന്റെയും ഹെറോയിന്റെയും ദുരുപയോഗവും ഇവ രണ്ടും വളരെ കുറഞ്ഞതും എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ് എന്നതാണ് രാജ്യത്തെ പ്രധാന വെല്ലുവിളി. ലോകമെമ്പാടുമുള്ള ഹെറോയിനിന്റെ 75% ഉത്തരവാദിയായ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് മിക്ക മയക്കുമരുന്നുകളും എത്തുന്നത്. 15-നും 64-നും ഇടയിൽ പ്രായമുള്ള 8 ലക്ഷത്തിലധികം പാകിസ്ഥാനികൾ സ്ഥിരമായി ഹെറോയിൻ ഉപയോഗിക്കുന്നതായി കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനിൽ പ്രതിവർഷം 44 ടൺ വരെ സംസ്കരിച്ച ഹെറോയിൻ ഉപയോഗിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 110 ടൺ ഹെറോയിനും മോർഫിനും പാകിസ്ഥാനിലൂടെ അന്താരാഷ്ട്ര വിപണികളിലേക്ക് കടത്തുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ അനധികൃത മയക്കുമരുന്ന് വ്യാപാരം പ്രതിവർഷം $2 ബില്യൺ വരെ സമ്പാദിക്കുമെന്നും കണക്കുകൾ പറയുന്നുണ്ട്. കുഴിയിൽ നിന്നും പടുകുഴിയിലേക്കാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയാം. ദുർഭരണം കൊണ്ട് രാജ്യം മുഴുവൻ നശിച്ചു. ജനങ്ങൾ ദുരിതത്തിലായി. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിക്കൊണ്ട് കശ്മീരിൽ അശാന്തിയുടെ കരിനിഴൽ വീഴ്ത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. 2019 ജൂലൈയിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു ഔദ്യോഗിക സന്ദർശന വേളയിൽ പാകിസ്ഥാൻ മണ്ണിൽ 30,000 മുതൽ 40,000 വരെ ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മുൻ ഭരണകൂടങ്ങൾ ഈ സത്യം മറച്ചുവെക്കുകയായിരുന്നു, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന്. 1990കളിൽ കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടലിന്റെ ഭീഷണിയും പാകിസ്ഥാൻ നേരിട്ടിരുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് 2016-ൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്താനിരുന്ന സാർക്ക് ഉച്ചകോടി റദ്ദാക്കിയിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരാണ്. പലപ്പോഴും ഈ ഭീകരവാദം കൊണ്ട് ലോകത്തിന് മുൻപിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തു തന്നെ ആയാലും ഇപ്പോഴും ഭീകരവാദം ഉപേക്ഷിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തി താരാട്ട് പാടാനാണ് പാകിസ്ഥാന് താല്പര്യം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.